വെറും 15,000-നടുത്ത് മാത്രം അപ്ലൈ ചെയ്തിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LD നോട്ടിഫിക്കേഷൻ, അത്രയും പോലും ഇല്ലാത്ത മറ്റ് നോട്ടിഫിക്കേഷനുകൾ. വലിയൊരു അവസരമാണ് മക്കളെ ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻസിലൂടെ നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ വരുന്ന സമയത്തിനുള്ളിൽ ഈ എക്സാമുകൾ പഠിച്ചെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ ഇനി 3 മാസത്തിനകത്തു മാത്രമേ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ടൈം കിട്ടൂ. 50 ദിവസം ഞാൻ നിങ്ങൾക്ക് തരാം. ഈ 50 ദിവസം പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ? 50 ദിവസം എന്തൊക്കെ പഠിക്കണമെന്നുള്ള ടോപ്പിക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മക്കളെ, നമ്മുടെ ബ്രഹ്മ ബാച്ചിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ബ്രഹ്മ ബാച്ചിൽ പോകുന്ന ടോപ്പിക്കുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത്. ഇപ്പൊ കുറച്ച് ടോപ്പിക്കുകൾ ഓൾറെഡി ബ്രഹ്മ ബാച്ചിൽ പോയിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെ പഠിക്കണമെന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. ആ ടോപ്പിക്കുകളെ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടത്. ഓരോ ദിവസവും ഏത് ടോപ്പിക്കിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഏത് ടോപ്പിക്കുകൾ പഠിച്ചാലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുക, ചപ്പും ചവറും ഒഴിവാക്കി എങ്ങനെയാണ് പഠിക്കേണ്ടത്, കൃത്യമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ 50 ദിവസം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുമെന്നുള്ളതിൽ എനിക്കൊരു ഡൗട്ടുമില്ല. ഇത് സൂപ്പർ നോട്ട്സിന്റെ ബ്രഹ്മ ബാച്ചിലെ സ്റ്റഡി പ്ലാനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കിഡിലൻ ടൈം ടേബിൾ ആണ്. നമുക്ക് ടൈം ടേബിളിലേക്ക് പോകാം. എല്ലാവരെയും ഒരിക്കൽ കൂടി സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മക്കളെ, ഞാൻ 3 ദിവസം വെച്ചിട്ടുള്ള സ്റ്റഡി ടൈം ടേബിളുകളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. മക്കളെ, ആദ്യത്തെ ദിവസം, 1ാമത്തെ ദിവസം നിങ്ങൾ ഇംഗ്ലീഷിൽ സ്റ്റാർട്ട് ചെയ്തു. അതായത് 7th ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ അവിടെ ഇംഗ്ലീഷ് ഉണ്ടാവില്ല. നിങ്ങൾ ആ ഇംഗ്ലീഷ് ഒഴിവാക്കിക്കോ. പകരം അവിടെ വരുന്ന എക്സ്ട്രാ ടോപ്പിക്കിൽ നിങ്ങൾ ആഡ് ചെയ്തു. ഞാൻ അതിപ്പം ആഡ് ചെയ്തിട്ടില്ല. ഞാൻ LD ബേസിസിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ എല്ലാ ദേവസ്വം നോട്ടിഫിക്കേഷൻസിനും ഇത് ഒരേപോലെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. അവിടെ ഇംഗ്ലീഷും മറ്റുമൊക്കെ വരുന്നിടത്ത്, അതായത് LD സിലബസിൽ ഉള്ളതും 7th ക്വാളിഫിക്കേഷൻ സിലബസിൽ ഇല്ലാത്തതുമായ കാര്യങ്ങളൊന്നും മാറ്റിയിട്ട് അവിടേക്ക് മറ്റു പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ LD പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഇനിയും അവിടെ നിങ്ങൾക്ക് ബേസിക്സ് ഇംഗ്ലീഷ് ഗ്രാമറിൽ തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ ക്ലാസ് അതാണ് പോവുക. ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ നിങ്ങൾ മറ്റ് ഇംഗ്ലീഷ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ടെൻസ് പഠിക്കാം. അപ്പൊ ബേസിക് ഗ്രാമർ പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടെൻസിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ അടിത്തറ സെറ്റ് ആയിരിക്കും. അതിനുശേഷം കേരളത്തിലെ പ്രധാന പദവികൾ, അത് കറണ്ട് അഫെയർ ടോപ്പിക്കാണ്, അങ്ങ് പഠിച്ചു വെച്ചോടാം. ഇത് മാറുമ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റും. നല്ല സ്കോർ കറണ്ട് അഫെയറിൽ നിങ്ങൾക്ക് നേടാൻ പറ്റും. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഈ ഒരു മേഖലയിൽ നിന്നായിരിക്കും വരാൻ പോകുന്നത്. 2ാം ദിവസത്തിലേക്ക് എത്തുമ്പോഴോ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും മാത്സിൽ നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. കാരണം സിലബസിൽ കാര്യമായിട്ട് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും പറയുന്നില്ല. പക്ഷെ ഇത് പഠിക്കാതെ മാത്സ് പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ആദ്യം നിങ്ങൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും പഠിക്കണം. അതിനുശേഷം മലയാളം കാലം പ്രകാരം ബേസിക് പഠിക്കാൻ നമുക്ക് അങ്ങ് സ്റ്റാൻഡേർഡ് ആയിട്ട് താഴേന്ന് തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. ദെൻ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് പോകുന്നു. ഭഗവത്ഗീത കൃത്യമായിട്ട് സെറ്റായിട്ട് അങ്ങ് പഠിക്കാം. ദെൻ അതിനുശേഷം സംഖ്യകളും അടിസ്ഥാന ക്രിയകളും കുറച്ചധികം വരും. നിങ്ങൾ 3ാം ദിവസവും അത് കണ്ടിന്യൂ ചെയ്യുക. ടെൻസ് കൂടുതൽ വരും. നിങ്ങൾ 2ാമത്തെ ഭാഗമായിട്ട് ടെൻസ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം കേരളത്തിന്റെ പ്രാചീന കേരളം അങ്ങ് സെറ്റ് ആക്കിക്കോ. 3 ദിവസം കൊണ്ട് ഇത്രയും ടോപ്പിക്കൽ നിങ്ങൾ കവർ ചെയ്യണം. 4ാം ദിവസത്തിലേക്ക് എത്തുമ്പോഴോ ലോക്പാൽ ലോകായുക്ത വളരെ പ്രധാനപ്പെട്ടതാണ്. ലോക്പാൽ ലോകായുക്ത എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക് അങ്ങ് സെറ്റ് ആക്കിക്കോ. അതിനുശേഷം ടെൻസ്, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും കണ്ടിന്യൂ ചെയ്യുന്നു. ഇതോടുകൂടി ടെൻസും സംഖ്യകളും അടിസ്ഥാന ക്രിയകളും നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. മറ്റു ടോപ്പിക്കുകളിലേക്ക് വരും. അപ്പൊ 4 ദിവസം കൊണ്ട് മാത്സിന്റെ ബേസ് നമ്മൾ സെറ്റാക്കി, ഇംഗ്ലീഷിന്റെ ബേസ് നമ്മൾ സെറ്റാക്കി, മലയാളം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പ്രധാനപ്പെട്ട GKയിലെയും സ്പെഷ്യൽ ടോപ്പിക്കിലെയും കുറച്ച് ടോപ്പിക്കുകൾ നമ്മൾ ക്ലിയർ ആയിട്ട് കവർ ചെയ്യാനായിട്ട് തുടങ്ങി. ഇനി 5ാമത്തെ ടോപ്പിക്കിലേക്ക് വന്നേ, കേരളത്തിലെ നദികൾ. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ട, ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്ന ടോപ്പിക്കാണ് കേരളത്തിലെ നദികൾ. 2 ദിവസം കൊണ്ട് നമ്മൾ കേരളത്തിലെ നദികൾ പഠിക്കും. 5ഉം 6ഉം ദിവസം കൊണ്ട് കേരളത്തിലെ 44 നദികൾ നമ്മൾ പഠിച്ച് സെറ്റാക്കും. അത് കഴിഞ്ഞിട്ട് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക്സ് നമ്മൾ പഠിക്കുന്നു. ദെൻ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, നാഷണൽ ഗെയിംസ് പോലെയുള്ള സംഗതികൾ നമ്മൾ 5ാം ദിവസം പഠിക്കുന്നു. 6ാം ദിവസത്തിലേക്ക് വരുമ്പോൾ നോക്കിയാൽ ക്ഷേത്ര നിർമ്മാണ രീതികൾ, ഇത് സ്പെഷ്യൽ ടോപ്പിക് അല്ലേ. ക്ഷേത്ര വിഗ്രഹങ്ങൾ, ഇത് സ്പെഷ്യൽ ടോപ്പിക് അല്ലേ. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. സ്പെഷ്യൽ ടോപ്പിക്കിന് കൂടുതൽ പ്രാധാന്യം നിങ്ങൾ കൊടുത്തോണം. എപ്പോഴൊക്കെ നിങ്ങൾ ഇപ്പൊ സ്പെഷ്യൽ ടോപ്പിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ നിങ്ങൾ റാങ്ക് ലിസ്റ്റിലേക്ക് അടുക്കുകയാണ് എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ഇപ്പൊ 6 ദിവസമായി മക്കളെ. ഈ 6 ദിവസം ആകുമ്പോൾ നിങ്ങളൊന്ന് റിവിഷൻ കൊടുക്കുക, റിവിഷന് ടൈം കൊടുക്കുക. നിങ്ങൾ ഈ പഠിച്ച 6 ദിവസങ്ങളായി പഠിച്ച ടോപ്പിക്കുകൾ നിങ്ങളുടെ മെമ്മറിയിലുണ്ടോ, സെറ്റാണോ, ഒരു റിവിഷൻ കൊടുക്കണം. അടിപൊളിയായിട്ട് അതിനെ ഒന്ന് മെമ്മറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി 7ാം ദിവസത്തിലേക്ക് പോകുമ്പോഴോ സ്ഥാനനിർണ്ണയം, മാത്സിലേക്ക് തിരികെ വന്നു. സ്ഥാനനിർണ്ണയം, ദെൻ കഥകളി സ്പെഷ്യൽ ടോപ്പിക്കാണ്.
പാർട്സ് ഓഫ് സ്പീച്ച് ഇംഗ്ലീഷ് ആണ്. ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ 7th ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഭാഗങ്ങളൊന്നും ആഡ് ചെയ്താൽ മാത്രം മതി അല്ലേ. വളരെ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇട്ടാൽ മാത്രം മതി. ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ ഈ സ്റ്റഡി പ്ലാനിൽ തന്നെ നിങ്ങൾക്ക് 50 ദിവസവും പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 8ാം ദിവസം IPL, ISL, WPL, രഞ്ജി ട്രോഫി പോലെയുള്ള മത്സരങ്ങൾ കൃത്യമാക്കിക്കോ. മലയാളം ഗ്രാമർ നിങ്ങൾ സെറ്റ് ആക്കിക്കോ. വിവിധ കമ്മീഷനുകളെ പറ്റി പഠിച്ചോ അല്ലെ. ഒരുപാട് കമ്മീഷനുകളുണ്ട്. ആ വിവിധ കമ്മീഷനുകളെ കുറിച്ചൊന്ന് പഠിക്കാം, നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 9 സമയവും ദൂരവും മാത്സ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ വരുന്ന ഭാഗം. ഓട്ടം തുള്ളൽ സ്പെഷ്യൽ ടോപ്പിക്കിലെ ഒരു പാർട്ട്. ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ 9 ദിവസങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കും. കഴിഞ്ഞിട്ടില്ല 10ാം ദിവസം നോക്കിയേ, ആനുകാലികം പഠിക്കണം. ആമുഖം, കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം പഠിക്കണം. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോയേ. 11ാം ദിവസം ആചാരവും അനുഷ്ഠാനവും സ്പെഷ്യൽ ടോപ്പിക്കാണ്. മലയാളം പഴഞ്ചൊല്ലുകൾ പഠിച്ചു വെച്ചോ. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് കണ്ടിന്യൂ ചെയ്യും. അപ്പോഴേക്ക് നിങ്ങൾക്ക് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൽ കുറച്ചധികം ക്ലാസ്സുകൾ വരും. അപ്പൊ അതൊക്കെ കവർ ചെയ്ത് പോകാനുള്ള സമയം കിട്ടും. 12ാം ദിവസത്തിലേക്ക് വരുമ്പോൾ മെഡീവിയൽ കേരള ചരിത്രം നമ്മൾ പഠിക്കുകയാണ്. കേരളത്തിന്റെ മെഡീവിയൽ ചരിത്രത്തെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ നമ്മൾ ഉണ്ടാക്കും. കൊട്ടിയൂർ ക്ഷേത്രം, വിവിധ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഓട്ടം തുള്ളൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ നമ്മൾ പഠിച്ചെടുക്കുന്നു. 13ാം ദിവസത്തിലേക്ക് വരുമ്പോഴോ അവിടെ നമ്മൾ ആനുകാലികം. എന്തുകൊണ്ടാണ് ഈ ആനുകാലികം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തിരുന്നതെന്ന് അറിയാമോ? ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഭാഗം, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗം, ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ഭാഗമാണ് ആനുകാലികം. ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോണം. പെർസെന്റേജ് മാത്സിലേക്ക് എത്തുമ്പോൾ പെർസെന്റേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോ. കേരളത്തിന്റെ ഭൂപ്രകൃതി, എത്ര ചോദ്യങ്ങളാണ് വരുന്നതെന്ന് അറിയാമോ? ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അതേപോലെ ഇന്ത്യയുടെ കാലാവസ്ഥ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. പെർസെന്റേജ് വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. മൗലിക അവകാശങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ഒരു അടിപൊളി ടോപ്പിക്ക്. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് പോയി. പൂന്താനം സ്പെഷ്യൽ ടോപ്പിക്കാണ്. 15 ദിവസമായി എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തേക്കുന്നത് കണ്ടോ. ഓരോ സിലബസിന്റെ ഭാഗവും പ്രയോറിറ്റി അനുസരിച്ച് എടുത്തിട്ടേക്കുന്നത് കണ്ടോ. ഈ രീതി നിങ്ങളൊന്ന് പഠിച്ചു പോകും, കൃത്യമായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. 16ാം ദിവസം നോക്കി, പൂന്താനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വടക്കുനാഥനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പാറമേക്കാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ വിവിധ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ഐക്യ കേരള പ്രസ്ഥാനം, നമ്മുടെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക്. 17ാം ദിവസം മലയാളം, ഗതാഗത മാർഗങ്ങൾ, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെ പഠിക്കണം. ഋഗ്വേദ, അനുക്രമങ്ങൾ, കേരളത്തിലെ കൊട്ടാരങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതാണ്. 18 ദിവസം കൊണ്ട് എത്രയോ ടോപ്പിക്കൽ നമ്മൾ കവർ ചെയ്യുന്നു. 19 നോക്കിയേ, അനുക്രമങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട അതോറിറ്റികളെ കുറിച്ച് പഠിക്കുന്നു. യജുർവേദയെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു വെക്കുന്നു. മലയാളം പര്യായം പഠിക്കുന്നു. സാമവേദം, അഥർവവേദം. 21ാം ദിവസം നോക്കുമ്പോഴത്തേക്കും ആനുകാലികം, MT വാസുദേവൻ നായരെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ച് പഠിക്കുന്നു. കൺകോട്, തെയ്യം സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് തെയ്യം പഠിക്കുന്നു. 21 ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്കും കൃത്യമായിട്ടൊരു ഡയറക്ഷനിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുന്നുണ്ട്. 22 അടുത്ത സൈക്കിൾ നോക്കിയ 22ാം ദിവസം ആവറേജ്. കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ, വിവിധ ദേവസ്വം ബോർഡുകളിലെ പഠിച്ചു വെക്കുക. കേരളത്തിലെ വനം കൃത്യമായിട്ട് ഫോറസ്റ്റ് പഠിച്ചു വെക്കുന്നു. കായികം, ആനുകാലികം പഠിക്കുക. ആവറേജ്, ദേശീയ ഗാനം, ഗീതം സ്കിപ്പ് ചെയ്യരുത്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ചുമ്മാതെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാ. ദേശീയ പതാക ചിഹ്നം, സഹകരണ പ്രസ്ഥാനം, മൗലിക കടമകൾ, ഇവിടുന്നൊക്കെ നിങ്ങൾക്ക് ഒന്ന് പഠിച്ചു വെച്ചാൽ, ഒന്ന് വായിച്ചു വെച്ചാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ഇതൊന്നും പഠിക്കാണ്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, നമ്മുടെ സിലബസ് ആദ്യം തൊട്ട് അന്തം വരെ കാട് കയറി നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇതേപോലെ സ്പഷ്ടമായിട്ട് നിങ്ങൾ പഠിച്ചോ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. 25ാം ദിവസത്തിലേക്ക് എത്തുമ്പോഴേക്കും ക്വസ്റ്റ്യൻ ടാഗിലേക്ക് നമ്മൾ എത്തിയിരിക്കും. ക്വസ്റ്റ്യൻ ടാഗ് മാത്രമല്ല, വിഭക്തി, കാരകം, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, ഈ ടോപ്പിക്കുകളൊക്കെ നമ്മൾ കവർ ചെയ്യും. ലോകം ആനുകാലികം, വേൾഡ് ആനുകാലികം പഠിക്കണം. ക്ഷേത്രങ്ങൾ, പഹൽഗാം ഓപ്പറേഷനെ പറ്റി അറിഞ്ഞിരിക്കണം. സാമൂഹ്യക്ഷേമ പദ്ധതികൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ചേർത്തെഴുത്ത്, പിരിച്ചെഴുത്ത്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ തുടങ്ങിയ ടോപ്പിക്കുകളിൽ കൂടുതൽ സമയം നിങ്ങൾ ചിലവഴിക്കുക. 54ാമത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 28ാം ദിവസം പഠി. മലയാളം, കേരള ഭൂപ്രകൃതി സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? എത്ര സിമ്പിൾ ആണ് പഠിക്കാൻ, എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. 29ലേക്ക് എത്തുമ്പോൾ ഉപനിഷത്തുകൾ, 29ൽ തന്നെയാണ് പ്ലാനിംഗ് കമ്മീഷൻ, പഞ്ചവത്സര പദ്ധതികൾ, നീതി ആയോഗ്. സത്യത്തിൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക് സിലബസിൽ ഇല്ല, പക്ഷേ ഈ ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് 1947 ശേഷമുള്ള സാമ്പത്തിക മാറ്റങ്ങൾ, പ്രധാന സ്ഥാപനങ്ങൾ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചോ. അപ്പൊ പ്ലാനിംഗ് കമ്മീഷനും 5 ഇയർ പ്ലാനും നീതി ആയോഗും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, റോഡ് ഗതാഗതം, ഇന്ത്യൻ റെയിൽവേ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, കൃത്യമായിട്ട് പഠിച്ചോ. 31-ാം ദിവസം ആകാശ ഗതാഗതത്തെ കുറിച്ച് പഠിക്കണം. ഇന്ത്യൻ കേരള ബജറ്റുകളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇത് കറണ്ട് അഫെയർ ആണ്. ദെൻ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. ദെൻ പുരാണങ്ങൾ, RBI, IT ആക്ട് 32-ാം ദിവസം. 33-ലേക്ക് എത്തുമ്പോഴോ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, വിവരാവകാശം, UNO. എടാ ഇത് ഏത് ടോപ്പിക്കാണ് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നത്? ഒരു ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഇത് പഠിച്ചാലേ നിങ്ങൾക്ക് കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് നമ്മുടെ ബ്രഹ്മ ബാച്ചിൽ കൊടുക്കുന്ന സ്റ്റഡി പ്ലാനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ആ കോൺഫിഡൻസിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 34-ാം ദിവസം മാർഗനിർദ്ദേശക തത്വങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? ഇഡിയംസ് ഒരു മാർഗാണ്, ദിശാബോധം ഒരു മാർഗാണ്, സ്കിപ്പ് ചെയ്യരുത്. ദെൻ 35-ാം ദിവസം കമ്പ്യൂട്ടർ ജനറേഷൻസ്, IT-യിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ റീസെന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. പുത്തൻ സാമ്പത്തിക നയം, ഐക്യ കേരള പ്രസ്ഥാനം, എത്രയോ റെലവന്റ് ആയ ടോപ്പിക്കുകളാണ്, എത്രയോ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കുകളാണ്. ഇനി 36-ലേക്ക് എത്തുമ്പോഴോ ഫങ്ഷണൽ യൂണിറ്റ്, മോഡൽ ഓക്സിലറി വെർബ്, ഇംഗ്ലീഷിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും നമ്മുടെ വൊക്കാബുലറി അല്ലെ, കൃത്യമായിട്ട് വൊക്കാബുലറി പഠിച്ചു വെക്കണമെന്ന് ഈ ഒരു സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരുന്നുണ്ട്. വൊക്കാബുലറി നിങ്ങൾ പഠിക്കണം. 37 നോക്കിയേ, ഇന്ത്യയിലെ മണ്ണിനങ്ങൾ, വിവിധ മണ്ണിനങ്ങളെ കുറിച്ച് പഠിക്കുക. ആഗോളതാപനം, മറ്റ് വൊക്കാബുലറി പഠിച്ചു വന്നത് റിപ്പീറ്റ് ചെയ്യുക, റിവിഷൻ കൊടുക്കുക, വൊക്കാബുലറി കൃത്യമായിട്ട് പഠിക്കുക. കേരളത്തിലെ വ്യവസായങ്ങൾ, വൊക്കാബുലറി, GST. ഞാൻ കണ്ടോ വൊക്കാബുലറി എന്ന് അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ കൂടുതലായിട്ട് പിച്ച് ചെയ്യുന്നു. കാരണം നിങ്ങൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ എഫോർട്ട് വൊക്കാബുലറിയിൽ ഇടേണ്ടത്. മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നതും അവിടെ തന്നെയാണ്. 39 ക്ഷേത്രകലകൾ, ക്ഷേത്ര ചടങ്ങുകൾ, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ അല്ലെ, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. 40-ാം ദിവസം ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ, ജോമെട്രി, 2D ആർട്ടിക്കിൾസ് പഠിക്കണ്ടേ, വിട്ടുകളയാൻ പറ്റുമോ? 41 വിദ്യാഭ്യാസ മേഖല, ദേവസ്വം സ്പെഷ്യൽ ടോപ്പിക്ക് കൃത്യമായിട്ട് ലാസ്റ്റ് പെൻഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർക്കാം, ജോമെട്രി. 41 കേരള നിയമസഭ, മന്ത്രിമാര്, കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളെ പറ്റി, ഇന്ത്യൻ റിവേഴ്സിനെ പറ്റി നിങ്ങൾ പഠിക്കണം. 43 ഡെസിമൽസ്, ജോമെട്രി, 3D. ഞാൻ അതേപോലെ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നൊബേൽ പ്രൈസ് 2025 പഠിക്കണം. നവോത്ഥാന നായകന്മാർ, പ്രിപ്പോസിഷൻസ് സ്കിപ്പ് ചെയ്യരുത്, കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 45 തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അധികാര വികേന്ദ്രീകരണം, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ അല്ലെ, അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്. 46 നോക്കിയേ, സാഹിത്യ മേഖലയിലെ വിവിധ അവാർഡുകൾ, സഹകരണ പ്രസ്ഥാനം, സഹകരണ മേഖല, ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 47 റോഡ് നിയമങ്ങൾ, അഡ്ജക്റ്റീവ്സ്, ആനുകാലികം അല്ലെ, വിട്ടുകളയാതെ നിങ്ങൾ പഠിച്ചോ. 48, 49, 50 ഈ 3 ദിവസങ്ങളിലും നിങ്ങൾ റിവിഷന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. മക്കൾ ഈ സ്റ്റഡി പ്ലാൻ ഞാൻ കുറച്ച് വേഗത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾ 7th ക്വാളിഫിക്കേഷൻ ആണ് പഠിക്കുന്നത് എങ്കിൽ അതനുസരിച്ചുള്ള മാറ്റം നിങ്ങൾക്ക് വരുത്താം. ഇനി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്ന ചില ടോപ്പിക്കുകൾ ഉണ്ട്, അതും കൂടി പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതും കൂടി പഠിച്ചോ, ഒരു പ്രശ്നവും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മാർക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ സഹായിക്കുന്ന ടോപ്പിക്കുകൾ ആദ്യം അങ്ങ് പഠിച്ചു മാറ്റിയാൽ പരീക്ഷകൾ എഴുതുമ്പോൾ, മോക്ക് എഴുതുമ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മുടെ സിലബസ്, നമ്മുടെ സ്റ്റഡി പ്ലാൻ ആ രീതിക്കാണ് ബ്രഹ്മ ബാച്ചിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ, ഇതിന്റെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ട എക്സാമുകൾ ചെയ്ത് നോക്കണമെങ്കിൽ, ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എക്സാം നിങ്ങൾക്ക് ചെയ്ത് നോക്കണമെങ്കിൽ, ഇതിന്റെ നോട്ട് കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ട് എങ്കിൽ, വീക്കിലി ഓരോ എക്സാം എഴുതി നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ബ്രഹ്മ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. മക്കളെ, ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ബ്രഹ്മ ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ തരാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? നിലവിൽ ആപ്ലിക്കേഷൻ കൊടുത്തവർ വളരെ എണ്ണം കുറവാണ് അല്ലേ. ആപ്ലിക്കേഷൻ കൊടുത്തവരുടെ എണ്ണം കുറവാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആണെങ്കിൽ നല്ല വേക്കൻസി ഉണ്ട്. വെറും 15,000 പേര് മാത്രമേ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളൂ. 100-ൽ ഒരാൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത അവിടെ ഉണ്ടാവുകയാണ്. തീർച്ചയായിട്ടും മക്കളെ, നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തോ. ഇനിയും എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രമിക്കാം. ആപ്ലിക്കേഷൻ എല്ലാം കഴിഞ്ഞു, ഇനി പഠിക്കാനുള്ള സമയമാണ്. ബ്രഹ്മ ബാച്ചിലേക്ക് മക്കളെ ഇതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LDC ആയിക്കോട്ടെ, പ്യൂൺ ആയിക്കോട്ടെ, റൂം ഗാർഡ് ആയിക്കോട്ടെ, കൊച്ചിൻ ദേവസ്വം ബോർഡ് LD കഴകം ആയിക്കോട്ടെ, കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് LD ആയിക്കോട്ടെ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് വാച്ച്മാൻ ആയിക്കോട്ടെ, ഈ പോസ്റ്റുകളിലേക്ക് എല്ലാം വേണ്ടിയിട്ടുള്ള ബാച്ചാണ് ബ്രഹ്മ ബാച്ച്. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് മക്കളെ നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ബ്രഹ്മ ബാച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ഫീ പേയ്മെന്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇല്ല എങ്കിൽ ഇവിടെ 8281223366 നമ്പർ ഉണ്ട്. ഈ നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി അതുമല്ല എങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോളാം. കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇതാണ് മക്കളെ നമ്മുടെ സ്റ്റാൻഡേർഡ്, ഇതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ. ഈ രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ മിസ്സാവില്ല. കൃത്യമായിട്ട് നമ്മൾ നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിച്ചിരിക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ നേരിട്ട് അഡ്മിഷൻ എടുക്കുക, അല്ലെങ്കിൽ 8281223366 നമ്പറിലേക്ക് വിളിക്കുക. ഇനിയും കളയാൻ സമയമില്ല. വളരെ ചുരുങ്ങിയ സമയത്തിൽ നമുക്ക് റാങ്ക് അടിക്കണം. എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യൂ. നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു സോ മച്ച്.
നന്ദി.